السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. എല്ലാവരും ഒന്ന് എണീറ്റ് നമ്മൾ ഉസ്താദ് പറഞ്ഞു കേട്ടില്ല. ആ എണിച്ചവരൊക്കെ ഇങ്ങോട്ട് വാ, എതിർ ഫുള്ള് ഫില്ലാക്ക് വരി. നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ബാക്ക് പോയിരുന്ന ആളോട് പറയും പിന്നെ വാ, എതിർ പോയിരുന്ന ആൾക്ക് വേഗം പോവാം. ദീനിൻ്റെ കാര്യത്തിൽ ഇത്ര മടിയന്മാരായിപ്പോയല്ലേ നമ്മൾ. എന്താ നിസ്കാരത്തിൻ്റെ സഫിന് കാണാൻ ബാക്കിൽ, വാല് പറയുമ്പോൾ കാണാൻ ബാക്കിൽ, അതേ സമയത്ത് വേറെ നമുക്ക് യോജിക്കാത്ത എന്തോ ആണെങ്കിൽ അതിൻ്റെ മുമ്പിലുണ്ടാവും നമ്മളല്ലേ. അള്ളാഹു കാക്കട്ടെ. ജലിസിരിക്കും. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി വഅൻത നൂറുൽ ഹുദാ ഫീ കുല്ലി കായിനതി വഅൻത സിർറുൻ നദാ യാ ഖൈറ മുഅ്തമദി യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم آمين يا رب العالمين. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസീലയാക്കി ഈ പാപികളായ നമ്മുടെ പാപത്തെ പൊറുക്കാൻ വേണ്ടിയുള്ള ദുആയാണ് ഈ ബൈത്തിലൂടെ അവൻ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഉമറാക്കൾ, നല്ലവരായ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, നമ്മുടെ വർഷത്തിലും കഴിച്ചു വരുന്ന ഈ ഉറൂസ് പരിപാടി എനിക്കും നിങ്ങൾക്കും പരസ്പരം നല്ല പരിചയമുള്ള പരിപാടിയും ആളുമാണ്. എനിക്കറിയാത്ത ഒരു മുഖവും എൻ്റെ മുമ്പിലില്ല. നിങ്ങൾക്ക് എന്നെയും അറിയാം. എന്തിനാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ടുള്ള ഫായിദ എന്താണ്? ഒരു നിർബന്ധമായ കടമയാണോ ഉറൂസ് കഴിക്കൽ? ഒരു മുസ്ലിമായി ജനിച്ചാൽ ഉറൂസ് കഴിച്ചാലേ മുസ്ലിമാവുകയുള്ളൂ എന്നൊക്കെ ഉണ്ടോ? എന്നിത്യാദി ചിന്തകളും ചോദ്യങ്ങളും നമ്മുടെ യുവാക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ റബീഉൽ അവ്വലിന് ചമീക്കലും തോരണങ്ങൾ കെട്ടലും ആഘോഷ പരിപാടിയൊക്കെ അമിതമല്ലേ എന്ന് പ്രസംഗിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും ഞങ്ങളും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഉറക്ക സലാത്തിയാണ്. എനിക്കേതായാലും വലിയ തടിക്ക് റാഹത്തില്ല. അപ്പം നിങ്ങളൊന്ന് റാഹത്ത് ഉണ്ടാക്കി സലാത്തിനെ ചൂടാക്കി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും മഹബത്തും അത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ആരിൽ നിന്നാണ്? നിങ്ങൾ നോക്ക്,
എന്നോട് കൂടെ രാത്രിയും പകലും സഹവസിക്കുന്ന ഒരാളോട് തങ്ങളെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നന്നായിട്ടാണ്. എപ്പോഴെങ്കിലും കാണുന്ന ഒരാളോട് ചോദിച്ചാലല്ല. നമ്മളെ തലക്ക് ഉമർ സഖാഫിയോട് ചോദിച്ചാൽ തങ്ങളെങ്ങനെയാണെന്ന് നല്ലോണം അറിയുന്നത്. ഞങ്ങൾ 3-4 കൊല്ലം ഒന്നിച്ചുണ്ടായിരുന്നു. ഇതുപോലെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഹവസിച്ച അവിടുത്തെ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നും ആ തങ്ങളോടുള്ള സ്നേഹം എങ്ങനെയാണ് എന്നും പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോടൊപ്പം നിന്ന, താമസിച്ച, യാത്ര ചെയ്ത, യുദ്ധം ചെയ്ത, കളിച്ച, ചിരിച്ച, സന്തോഷിച്ച, കരഞ്ഞ കൂട്ടുകാരായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു തങ്ങൾ. ആ സഹാബത്ത് പറഞ്ഞെന്താണ്? ആ സഹാബത്ത് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞ സ്നേഹത്തെ പറ്റി പറഞ്ഞെന്താണ്? ഹദീസൊക്കെ പോട്ടെ, അത് റസൂലുള്ളാഹി പറഞ്ഞതല്ല, സഹാബത്ത് പറഞ്ഞെന്താണ്? അന്ത ഉമ്മും അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളോട് ബന്ധപ്പെട്ടവർ ആരാണ്? നമുക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മുടെ ഉമ്മയാണ്. നമ്മുടെ ഉമ്മയാണ്, അല്ലേ? ഒരു ഉമ്മ എന്ന് പറയുന്നതിന് പകരം വെക്കാൻ മറ്റൊരാളില്ല. ഉമ്മയുടെ 2ാം സ്ഥാനത്ത് നമ്മുടെ ഉപ്പയാണ്, ബാപ്പയാണ്. എന്നാൽ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും പറയുന്നു, അന്ത ഉമ്മും അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങളെ പെറ്റ് പോറ്റി വളർത്തിയ ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഉപ്പ, ഇവരിൽ നിന്നൊന്നും കിട്ടാത്ത, അല്ലെങ്കിൽ ഇവരെക്കാൾ സ്നേഹമുള്ള ഒരാളുണ്ടെങ്കിൽ അതാണ് യാ സയ്യിദി ഖൈറൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളാണ് ഞങ്ങൾക്ക്, എൻ്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ല്ലേ? റസൂലുള്ളാഹിന്റെ ഹദീസല്ലേ, സഹിഹായ ഹദീസാണ്. ഈ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. യാതൊരു സംശയമില്ല, അല്ലേ? ആ തങ്ങളെ സ്നേഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ തങ്ങൾ പറഞ്ഞ കാര്യത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് റബീഉൽ അവ്വലിൽ മൗലൂദ് കഴിക്കുന്നതും അവിടുത്തെ മഹാന്മാരായ ഔലിയാക്കന്മാര്, ആരിഫീങ്ങൾ, അവരുടെ പേരിലുള്ള ഉറൂസും നേർച്ചകളും സദഖകളും ഇറച്ചിയും വിതരണവും ചോറും ഒക്കെ കൊടുക്കുന്നത്. ഇത് അവസാനമായി ചെന്നുമുട്ടുന്നത് ഇലാ ഹബീബി റസൂലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്കാണ്. യാതൊരു സംശയമില്ല. അപ്പൊ ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരം, ഞാൻ പൂർണ്ണമായൊരു മുസ്ലിമാകാൻ വേണ്ടി. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഏറ്റവും കൂടുതൽ എന്നോട് സ്നേഹമുള്ളത് വരെ നിങ്ങളാരും മുസ്ലിമല്ല, നിങ്ങളാരും ഈമാനുള്ളവരല്ല, നിങ്ങളാരും മുഅ്മിനല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തങ്ങളെയാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും. തങ്ങൾക്കപ്പുറമാണ് മറ്റെല്ലാം എന്ന് ദൃഢമായി ഒരു മുഅ്മിൻ വിശ്വസിക്കുന്ന കാലത്ത് മാത്രമേ അവൻ മുഅ്മിനാവുകയുള്ളൂ എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ ആശയം.
അതിൻ്റെ ഭാഗമെന്നോണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അള്ളാഹുവിൻ്റെ അഹ്ലു ബൈത്തിൻ്റെയും ആരിഫീങ്ങളുടെയും മഹാന്മാരുടെയും പൊരുത്തവും കുരുത്തവും ലഭിക്കാൻ അവരുടെ മസാറകളിൽ പോകുന്നു. നാം അല്ലേ, സിയാറത്തിന് പോകാത്തവർ ഇക്കൂട്ടത്തിൽ ആരുണ്ടാകില്ല. കഴിവ് അനുസരിച്ച് അടുത്തും ദൂരത്തും ദേശത്തും വിദേശത്തും സിയാറത്തിന് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇതൊക്കെ പരിപൂർണമായ ഒരു മുഅ്മിനാകാനുള്ള ലക്ഷണമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പറയുന്ന പിരാന്തന്മാർ എന്തൊക്കെ പിരാന്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാ പണ്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. ഞാൻ നബിയാണെന്ന് വാദിച്ചില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നബിയാണെന്ന് വാദിച്ച് എത്ര സഹാബത്താണ്, സഹാബുകളിൽപ്പെട്ട എത്ര ആളുകളാണ് അവന്റെ ഫിത്നയിൽപ്പെട്ട് അവസാനം മോശമായി പോയത്. യുദ്ധം ചെയ്യേണ്ടി വന്നില്ലേ? സിദ്ദീഖുൽ അക്ബർ അല്ലാഹുവിന്റെ കാലത്ത് യുദ്ധം ചെയ്തില്ലേ? യമാമ, ഗൾഫിൽ പോയവർക്ക് അറിയാം, റിയാദിൽ നിന്ന് 80 കിലോമീറ്റർ അപ്പുറത്ത് യമാമ എന്നൊരു പ്രദേശത്താണ് മുസൈലിമത്തുൽ കദ്ദാബ്, സുജായി എന്ന് പറയുന്ന കള്ളപ്രവാചകന്മാര് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ പ്രത്യക്ഷപ്പെടുകയും സിദ്ദീഖുൽ അക്ബർ അല്ലാഹുവിന്റെ കാലത്ത് അത് വളരെയധികം വ്യാപിക്കുകയും ആയിരക്കണക്കായ സഹാബാക്കൾ അവനോട് യുദ്ധം ചെയ്ത് ഷഹീദാവുകയും ചെയ്തു. കേവലം 70ഓളം ഹുഫാദീങ്ങൾ അവിടെ വഫാത്തായി കിടക്കുന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇത്തരം കള്ളന്മാരും ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലൻ തസ്മഉ അൻതും വലാ ആബാഉക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, കദ്ദാബീങ്ങളും ദജ്ജാലീങ്ങളും നിങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞത് മുൻഗാമികൾക്കൊന്നും അറിയാത്ത, അല്ലെങ്കിൽ അവർ പറയാത്ത, അവർ ചെയ്യാത്ത ചില കാര്യങ്ങൾ പുതിയ പാദവുമായി പ്രത്യക്ഷപ്പെടും. അവരെ നിങ്ങൾ സൂക്ഷിച്ചോളണം എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളൊക്കെയും നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കണം. ഈമാൻ കാത്തു സൂക്ഷിക്കുമ്പോൾ അല്ലാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി നമ്മുടെ ജീവിതത്തിൽ അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകണം. ഇന്ന് വെറും നിസ്കരിക്കാതിരിക്കലും പള്ളിക്ക് വരാതിരിക്കലും മാത്രമല്ല, അതിന് പുറമെ പേടിക്കപ്പെടേണ്ടുന്ന അനവധി പ്രശ്നങ്ങളും ഇസ്ലാമിൻ്റെ വെല്ലുവിളിയായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദവും മറ്റു പുതിയ പുതിയ വാദങ്ങളുമായി ബഹുമാനിക്കപ്പെടുന്ന എല്ലാം അവമതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പോലും അവമതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ പോലും ജനങ്ങളുടെ മുമ്പിൽ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ വളരെയധികം നീട്ടിപ്പറയുന്നില്ല, നിങ്ങൾ എൻ്റെ ദുആയാണ് ആഗ്രഹിക്കുന്നത്. നീട്ടിപ്പറയാൻ ഇവിടെ നമ്മുടെ ഉമർ സഖാഫിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാബ ഉസ്താദ് ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, യൂട്യൂബിലൂടെ വലിയ പ്രഭാഷണം നടത്തുന്ന ആളാണ്. അത് നമുക്ക് അവരൊക്കെ കാത്തിരിക്കുകയാണ്. എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതും നമുക്ക് പരസ്പരം കൂട്ടി എല്ലാവർക്കും നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്. നിങ്ങൾ ഓർക്കണം, ഓരോ ദിവസവും ഈ ശനിയാഴ്ച ദിവസം ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എല്ലാ സാമ്പത്തികമായ കഴിവുകളുമുണ്ട്, ബിസിനസ്സുണ്ട്, പൈസയുണ്ട്, കാശിൻ്റെ മേലെ നടക്കുകയാണ്. മനസ്സിന് സമാധാനമില്ലാത്തവരാണ് ഒരുപാട് ആളുകൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ സ്ത്രീയും പുരുഷനും ഓരോ ആളുകളും വന്ന് പറയുമ്പോഴാണ് അവരുടെ മനസ്സിൻ്റെ അകത്തുള്ള നൊമ്പരങ്ങൾ, അവൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാം അള്ളാഹു തന്നു തങ്ങളെ, പക്ഷേ വീട്ടിൻ്റെ അകത്തൊരു സമാധാനമില്ല. ഇന്നലെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ വലിയ സമ്പന്നനായി, അള്ളാഹു വലിയ നിഅമത്ത് കൊടുത്തു, അവൻ വലിയ കോടികൾ വിലമതിക്കുന്ന കാറുകൾ വാങ്ങി, വലിയ കൊട്ടാരങ്ങൾ സമാനമായ വീടുകൾ കെട്ടി, പക്ഷേ
എൻ്റെ ഭാര്യ അഥവാ ഇവൻ്റെ ഉമ്മ പറഞ്ഞ പോലെ അവൻ കേൾക്കുന്നില്ല. അതുകൊണ്ട് ഉമ്മയും മകനും ഉമ്മയാണല്ലോ. മകൻ എത്ര വലുതായാലും ഉമ്മ വിചാരിക്കുന്നത് എൻ്റെ മകനല്ലേ, ഞാനവനെ പാലൂട്ടിയതല്ലേ, ഞാനവനെ പ്രസവിച്ച കുട്ടിയല്ലേ, അവനെ വളർത്തിയത് ഞാനല്ലേ, എന്നെ അവൻ ധിക്കരിച്ചുവല്ലോ എന്ന് ഉമ്മക്കൊരു മനപ്രയാസമുണ്ടായി. ഇവൻ വിചാരിച്ചു, ഞാൻ വലിയ സമ്പന്നനല്ലേ, വലിയ പൈസ ഉണ്ട് എൻ്റെ അടുത്ത്, എനിക്കെന്തും നടക്കും എന്ന് പറഞ്ഞു ഉമ്മാന്റെ വാക്ക് അവൻ ധിക്കരിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ കെട്ടിയ പെണ്ണ് ഇതിന് ഒരു പോൽഫലമായി ഉമ്മാനോട് വെറുപ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്തപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ കുടുംബം ശുദ്ധീകരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ വിവരം ഈ കുടുംബത്തിൽപ്പെട്ട 1-2 ആളുകൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ മകനെയും ഉമ്മനെയും വിളിച്ചുകൊണ്ട് 1 മണിക്കൂർ നേരം അവർക്ക് നല്ല സാരോപദേശം നൽകി. ഉമ്മയാരാണ്? ലാ തഖുല്ലഹുമാ ഉഫി വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമ. പരിശുദ്ധ ഖുർആന്റെ ഭാഷ നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. ഉമ്മ ഈ ഉമ്മാന്റെ കാര്യത്തിൽ ഉമ്മ ചെയ്തത് ശരിയായില്ല എന്ന വാക്ക് പോലും ഉച്ചരിച്ചു പോകരുത്. അത്രമാത്രം ഉമ്മനെ നീ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അത്രമാത്രം ഉമ്മയിൽ നീ അർപ്പിതമാകണം, ഉമ്മയിൽ സമർപ്പിക്കണം എന്ന് ഉദ്ഘോഷിച്ച പരിശുദ്ധ ഖുർആൻ. അതാണ് ഉമ്മ. ഉമ്മക്ക് പകരം വെക്കാൻ മറ്റാരും ലോകത്തില്ല, മറ്റൊരു വസ്തുവുമില്ല, മറ്റാർക്കും കൈയില്ല. അതാണ് ഉമ്മ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവനോടും പറഞ്ഞു, ഇവളോടും പറഞ്ഞു, ഉമ്മയും വിളിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാ, ഒന്ന് ഒത്തുചേർപ്പിച്ചു വിട്ടു. അല്ലാഹു നിലനിർത്തട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകം ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ഉമ്മയെയോ ബാപ്പയെയോ ഉസ്താദിനെയോ തങ്ങളെയോ ഒരു ഔലിയെയോ ഒന്നും വിലവെക്കപ്പെടാതെ അവമതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിക്കേണ്ടുന്നത് നമ്മുടെ ഒക്കെ കടമയാണ്. അർഹമുർ-റഹീമായ റബ്ബ് നമ്മുടെ ഈമാൻ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാണുന്നതും കേൾക്കുന്നതും പോകുന്നതും വരുന്നതും ഇന്ന് വാട്സപ്പ് എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ ഒരു ദജ്ജാൽ എന്നാണ് പണ്ഡിതന്മാർ വാട്സപ്പിനെ, മൊബൈലിനെ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ എഴുന്നേറ്റിട്ടും അതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ രംഗങ്ങൾ നമ്മുടെ ഈമാനിനെ പാടെ ഊരിക്കളയുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈമാൻ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പിനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈമാൻ കരിഞ്ഞു പോകും. അള്ളാഹു കാത്തു രക്ഷിക്കുമാരാകട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ സംഭാവന നൽകുകയും ഇറച്ചി, അരി, അതുപോലെയുള്ള മറ്റു വിഭവങ്ങളും കാശുകളും ഈ പരിപാടിയെ വിജയിപ്പിക്കാൻ വേണ്ടി സംഭാവന ചെയ്ത എല്ലാവർക്കും ദുആ ചെയ്യാനാണ് പ്രത്യേകമായി നമ്മുടെ ഉസ്താദ് അവர்கள் പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദുആ മാത്രമാണ് നമുക്കുള്ളത്. ദുആ അല്ലാതെ നമ്മുടെ കയ്യിൽ മറ്റൊരായുധവും നമുക്കില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ എതിരിൽ വരുന്ന ശത്രുക്കളെ ഒതുക്കാനും, നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനും, നമ്മുടെ വിഷമങ്ങൾ അകറ്റാനും, നമ്മുടെ സിഹറുകൾ ബാത്തിലാക്കാനും, നമ്മുടെ കണ്ണീരുകൾ കരിച്ചു കളയാനും നമുക്ക് ദുആയാണുള്ളത്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ദ്വാരക്കാൻ പോകുമ്പോൾ ദ്വാരക്ക് ഉത്തരം കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ഇൽമ് പറഞ്ഞ സദസ്സ്, മറ്റൊന്ന് അള്ളാഹുവിന്റെ ദിക്ർ പറഞ്ഞ സദസ്സ്. അത് ദ്വാക്ക് ഉത്തരം കിട്ടുന്ന കാര്യമാണ്. പിന്നെ സ്വലാത്ത് ചൊല്ലിയ സദസ്സ്, വഅലമു യാ ഉമ്മത്ത മുഹമ്മദ്. ഇല്ലല്ലോ, സ്വലാത്ത് കുറഞ്ഞോയാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സദഖ ചെയ്ത സദസ്സും നമ്മുടെ ഉസ്താദ് സൂചിപ്പിച്ചത്. ആരെങ്കിലും
നമ്മുടെ വലിയ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. എന്തിനാണെന്നറിയോ? ദുആ കഴിഞ്ഞാൽ ആ ദുആയിൽ നിങ്ങളുടെ സംഭാവനകൾ ചിലപ്പോൾ ബാക്കിലായി പോകും, ബാക്കിലായി പോകും. അതുകൊണ്ട് അതിൽ ഉൾപ്പെടണമെങ്കിൽ അത് വേണം. എല്ലാവരും ഒരു 3 സ്വലാത്ത് ഉറക്കനങ്ങ് ബിഫളിലി